അമ്മ പറഞ്ഞു. അതെ, കാരണം നമുക്ക് ജിതിനേട്ടൻ മാത്രമല്ല ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും ആൾക്കാരും ഒരുപാട് കഷ്ടപ്പെട്ടും ഉറക്കമില്ലാണ്ട് ഊണമില്ലാണ്ട് ഓടി അലഞ്ഞ് ഒരുപാട് പ്രഷർ എടുത്ത് ഒരുപാട് ഫൈറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടത്. കരയാണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്രയും സന്തോഷവും എന്താ പറയുക, ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആണ് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. സോ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ബാക്കി എല്ലാവരും കാണണം, കണ്ടിട്ട് വേണം പറയാൻ. അതെ, ഇപ്പോൾ ഒരു സിനിമയിലൊരു ഡയറക്ടർ കരയാന്ന് പറഞ്ഞാൽ അത് അത്രയും നെഞ്ചിൽ തട്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനൊപ്പം കൂടെ അത്രയും നാൾ നിന്നുകൊണ്ടാണ് ചേച്ചിയുടെ കണ്ണീരും അത് എന്താ പറയുക, ഒരുപാട് ഓഡ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡീമോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് എന്തെങ്കിലും അറിയാമോ? പഠിച്ചതേ അല്ലല്ലോ, പഠിച്ച ഫീൽഡേ അല്ല. അപ്പോൾ നിന്റെ മോനെ ഒരാളെ ഇഷ്ടമല്ലേ, കുറേ ആദ്യം തൊട്ടു ഞാൻ വേണ്ട മോനെ വെറുതെ പൈസ കളയാൻ വേണ്ടി ഒരു സ്വപ്നം ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക. അതെ, അപ്പോൾ ഓന് അതെല്ലാം മേലക്കൊരു സിനിമ ചെയ്യണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ ഒരു സിനിമ വരുമ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ എത്രത്തോളം ഹിറ്റായാലും ഒരുപാട് സിനിമകൾ ഉള്ള ഒരു ദിവസമാണ് റിലീസാകുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുമ്പോൾ എന്താണ്? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു സൈഡിൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നമ്മളുടെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജ്. അമ്മമാർ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും കാരണം എന്താ വെച്ചാൽ നമ്മൾ മക്കൾ വന്നിട്ട് നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കില്ല. ധീരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മൂവിയായിരുന്നു. അപ്പോൾ മോനോട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ കാരണം ആ തരത്തിലുള്ള ട്രോമകൾ ഞാനും കടന്നു പോയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. നല്ലൊരു എന്താ പറയുക, ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ക്ലൈമാക്സ് പോകുന്നത്. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സോ ധീരം ടീം നന്നായിട്ടാണ് കാസ്റ്റിംഗ് അവർ ചെയ്തേക്കുന്നത്. ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ ഒരു പ്രത്യേക ലെവലാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല, ആ പെൺകുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. നമ്മളെ ബോറടിപ്പിക്കാതെ ഇൻ്റർവെല്ലിൽ അടക്കമാണെങ്കിലും അവസാനം വരെയാണെങ്കിലും നന്നായിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും അതിനനുസൃതമായുള്ള ആ കുട്ടി എന്താ പറയുക, ആ കുട്ടി അത്രയും നന്നായിട്ടാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു നിങ്ങൾ കാണേണ്ട സിനിമ തന്നെയാണ് ധീരം. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷം ഇത്രയും നല്ലൊരു സസ്പെൻസ് ത്രില്ലർ വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര രസം തന്നെയാണ്. ഭയങ്കര എക്സൈറ്റ് വാച്ച്, നമുക്കത് കാണുമ്പോൾ തന്നെ വെയിറ്റ് ആൻഡ് വാച്ച് ലാസ്റ്റ് ഉണ്ടാവും എന്നുള്ള ആകാംക്ഷ നിറഞ്ഞൊരു സിനിമയാണ് ധീരം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്ലോലി ബിൽഡായി, പിന്നെ അങ്ങോട്ട് കണക്ട് ആവാൻ എല്ലാവർക്കും പറ്റും. ഇൻട്രസ്റ്റിംഗ് ആണ്, ജസ്റ്റ് കണ്ടു നോക്കുക എല്ലാവരും. താങ്ക് യു. ഇന്ദ്രനൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ അഭിനയം സാറിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. സാറിനെ അധികം യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു യൂഷ്വൽ എന്താ പറയുക, പോലീസ് ഓഫീസർ ക്യാരക്ടറിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. വളരെ ഡിഫറെൻറ്റ്, സാധാരണ കാണാതെ ഡിഫറെൻറ്റ് സസ്പെൻസ്, എല്ലാ ഇമോഷൻസും അതിനകത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫീലിങ്സ്. പിന്നെ ഇമോഷണൽ ഇങ്ങനെ ഈ മൂവിയിൽ ഇത്ര ഇമോഷണലായിട്ട് വരുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടായത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ബെസ്റ്റ് മൂവിയായിരുന്നു. ബെസ്റ്റ് ആയിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എല്ലാ